ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാലച്ച ഓരോ മണിക്കൂരും കുതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നെങ്കിലൊന്ന്. ആ കാലച്ച മറ്റേതാരുടേതുമല്ലായിരുന്നു. ലോകാത്പരിഹിത തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലെ നന്മ നീട്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കാണുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപീട. ആ മാൻപീട തങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേയായിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടിയുള്ളതാണ്. താങ്കൾ എന്നെ രക്ഷപ്പെടുത്തിയാൽ. അപ്പോൾ നബി തങ്ങൾ മലമേടിനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വേണം. അത് അതിന്റെ മക്കൾക്ക് പാലോലി തേച്ച്. അപ്പോൾ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിട്ടിത്തമാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും മലമേടൻ ചോദിച്ചു, ശരി, താങ്കൾ ഇതിൽ ജാമ്യം നിൽക്കും. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അറുത്തുകൊള്ളും. നബി തങ്ങൾ പറഞ്ഞു, തങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേടൻ ആ മാനിനെ അഴിച്ചു വിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സംഘം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കട്ടാരാത പുന്നാരി നബി തങ്ങളുടെ കഴുത്തിലേക്ക് നീങ്ങുന്നു. അപ്പോഴതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻ അവിടെ എത്തിയിരിക്കുന്നു. മലമേടൻ അമ്പരം പോയി നബി തങ്ങളോട് ആ മലമേടൻ ചോദിച്ചു, ഇത് എന്ത് അത്ഭുതമാണ്? മലമേടൻ വീണ്ടും ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു,